പറഞ്ഞിട്ട് ആ ചേട്ടൻ നമ്മുടെ ഹെയിൻസ് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു ദിവസം അർജുന്റെ കൂടെ വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. തിരിച്ചു വന്നിറങ്ങിയിട്ട് ഞാൻ എന്റെ ജന്മത്ത് ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ പോലും അർജുനോട് വണ്ടിയിൽ കയറില്ല, ഈ ഫോർട്ട് കൊച്ചി പിള്ളേരുടെ അതേ വൈബാണ് എന്നൊന്ന് പറയുന്നുണ്ടായിരുന്നു. പരിപാടി വെച്ചാൽ ഫോർട്ട് കൊച്ചി പിള്ളേർ സോറി തൊണ്ട പോയി കിടക്കണം മാപ്പാക്കണം. ഫോർട്ട് കൊച്ചി പിള്ളേർ പൊളിയാണ്. വെറുതെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ കേട്ട് വിശ്വസിക്കുന്നത്. അപ്പോ ഹലോ, വളരെ സന്തോഷം. നമസ്കാരം. ഓഗസ്റ്റ് 1-ാം തീയതി സുമതി വളവിറങ്ങാണ്. എല്ലാവരും പോയി പടം തിയേറ്ററിൽ തന്നെ കാണാൻ മാക്സിമം ശ്രമിക്കണം. എല്ലാവർക്കും തിരക്കേണ്ടെന്നൊക്കെ അറിയാം, പക്ഷെ എന്നാലും പടം തിയേറ്ററിൽ കാണേണ്ട സുഖം നിങ്ങൾ മൊബൈലിലോ ടി വിയിലോ എന്നുവെച്ചാൽ ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുമ്പോൾ അത് കിട്ടില്ല എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു വിശ്വാസം. കാരണം അതൊരു ആഗ്രഹമാണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ നല്ലത്. അപ്പോൾ മാക്സിമം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഹലോ ഹായ് അച്ഛോ ഹലോ ഹായ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നന്ദി പറയാം. കാരണം സുമതി വളവ് 2019 കേട്ട കഥയാണ്. ആ സമയത്ത് കേട്ടതിനെക്കാൾ കുറേ മാറ്റമുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ ഈ കഥ കേൾക്കുന്നത് എൻ്റെ ഒരു സ്ഥാപനത്തിന് മുമ്പിൽ നിന്നാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ അഭിലാഷൊക്കെ വിളിച്ചിട്ട് ഇവിടെ ഒരു കഥ പറയേണ്ടതാണ്. അപ്പോൾ ആദ്യം കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ സമയത്ത് ഞങ്ങൾ പടം ചെയ്യുമ്പോൾ അത്രയും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പ്രൊഡ്യൂസറിനെ കിട്ടിയില്ല. പക്ഷേ ഈ 2025 അതിനെക്കാട്ടും വലിയ രീതിയിൽ ആ പടത്തിന് വേണ്ട രീതിയിൽ തന്നെ പണം മുടക്കി വന്ന മുരളിച്ചേട്ടനോട് വലിയ നന്ദി ഞാൻ പറയുന്നു. ഹലോ, സുമതി വളവ് വളരെ പ്രിയപ്പെട്ട സിനിമയാണ്. ഒരുപാട് കാലമായി നമ്മളിപ്പോൾ ഈ കോൺസർട്ടിങ് വിക്റ്റും അങ്ങനത്തെ കുറേ ഇംഗ്ലീഷ് സിനിമകൾ നമ്മൾ ഭയങ്കരമായിട്ട് കാര്യങ്ങൾ മനസ്സിലേക്ക് എടുക്കുന്നുണ്ട്. പക്ഷേ മലയാളികൾക്ക് എപ്പോഴും ഒരു യക്ഷിപ്രേതം അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു അഫെക്ഷൻ ഉണ്ട്. എനിക്ക് ഇങ്ങനത്തെ ഒരു അഫെക്ഷൻ ഉണ്ട്. പല സാരികളുണ്ട്, ചേച്ചി വരുമ്പോൾ സുഖമുണ്ട്. അതിനകത്തൊരു വേറെ പേടിയുണ്ട്. ആ സുഖമല്ല, ആ പ്രേതത്തിന്റെ സുഖം. ചേട്ടാ കാമോൺ. അപ്പോൾ അത് തന്നെയാണ് എന്നെയും ഈ പടത്തിലേക്ക് ഇന്നാവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ നിർത്തിയത്. അപ്പോൾ ഇതെല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന തോന്നും. ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ അങ്ങനത്തെ സിനിമകൾ കണ്ടെങ്കിൽ ഒരുപാട് വർഷം മുമ്പാണ്. ഇപ്പോൾ ഇത്രയും ടെക്നോളജി എല്ലാം നമുക്കുണ്ടപ്പോൾ, ഇത്രയും സൗണ്ടിങ്, ഇത്രയും നല്ലൊരു തിയേറ്റർ അവസരം എല്ലാം നമുക്കുണ്ടപ്പോൾ അതിനകത്ത് നമുക്ക് ഇന്നത്തെ ഒരു സിനിമ ആക്ച്വലി നമ്മുടെ സിനിമ പറയുന്ന ഒരു 90s ഒരു ഡെയിലി 90s സമയത്താണ് സിനിമ സംഭവിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന സിനിമ നമുക്ക് ഇപ്പോഴത്തെ ടെക്നോളജി വഴി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അത്രയും രസമായിട്ട് അത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൗണ്ടിങ്ങിലായാലും സിനിമോട്ടോഗ്രഫി ചെയ്തേക്കുന്നത് നമ്മുടെ രാക്ഷസനൊക്കെ ചെയ്തേക്കുന്ന ശങ്കർ സാറാണ്. അപ്പോൾ അത്രയും രസമായിട്ടുള്ള ഫിലിം മേക്കിംഗ്, നല്ല രസമായിട്ടുള്ള സൗണ്ടിങ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻജോയ്മെൻ്റ് ഒരു അടിപൊളി സിനിമ ആയിരിക്കും സുമതി വളവ്. എല്ലാവരും ഓഗസ്റ്റ് 1-ാം തീയതിയാണ് പടം റിലീസ്. എല്ലാവരും പോയി കാണും. താങ്ക് യു. ഗുഡ് ഈവനിങ്. ഹായ്. ട്രെയിലറും പാട്ടൊക്കെ കണ്ടോ? ഇഷ്ടമായോ? ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ ഓഗസ്റ്റ് 1 നമ്മുടെ പടം റിലീസ് ആവുന്നത്. അപ്പോൾ എല്ലാവരും ഫാമിലി ഫ്രണ്ട്സായിട്ട് പോയി കാണണം. താങ്ക് യു സോ മച്ച്. നമ്മുടെ പടത്തിൻ്റെ മെയിൻ ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡ്യൂസേഴ്സാണ്, മുരളീചേട്ടൻ ആൻഡ് ഗോകുലൻ സർ. അവരുടെ ഒരു സപ്പോർട്ട് കാരണമാണ് ഈ ഒരു ഫിലിം ബേസിക്കലി we could do it the best. And also to all the crew members, Vishnu and Abhilashan, അവർക്കൊക്കെ ഞാൻ താങ്ക്സ് പറയണം. ഈ ഒരു ക്യാരക്ടർ എനിക്ക് they have given me an idea about it and I could do it my best because of them. എന്തായാലും thank you so much to Lulu for giving us this opportunity as well. എന്തായാലും yeah, that's all. Very grateful to be part of this. And all the very best to Siza. And yes, GP ജിപിയുടെ സിനിമകൾ ജിപി തന്നെ ഇങ്ങനെ വളരെ എക്സൈറ്റഡ് ആയിട്ട് സിനിമ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഇതൊരു ഡബിൾ എക്സൈറ്റ്മെന്റ് ആയിരുന്നു അല്ലേ? ആഫ്റ്റർ വെഡിങ് ആണ് ഓൾ സീൻ എങ്ങനെയാണ് ജിപി ഗോപികനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടില്ലെങ്കിൽ പോലും ഞാൻ അഭിനയിച്ച പല സിനിമകളിലും
സ്പെൻഡ് ചെയ്ത അത്ര സമയം തന്നെ ഈ സെറ്റുകളിൽ ഞാൻ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഒരുപാട് സുഹൃത്തുക്കൾ ഈ സിനിമയിൽ, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരുപാട് പേരുള്ളൊരു സിനിമ കൂടിയാണ്. ഗോപിക മാത്രമല്ല, ഈ സിനിമ എത്ര കഷ്ടപ്പെട്ടാണ് അവർ ഉണ്ടാക്കിയത് എന്നുള്ളത് നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. എനിക്കിതിൽ സന്തോഷം തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ട്രെയിലർ കണ്ടു, നിങ്ങൾ പാട്ട് കണ്ടു, കുറേ എലിമെന്റ്സ് ഉള്ള, നമ്മൾ തിയേറ്ററിൽ ഫാമിലിയായി പോയി ഫ്രണ്ട്സിന്റെ കൂടെ പോയി പോപ്കോണൊക്കെ നിന്ന് അടിച്ചു പൊളിച്ച് ആഘോഷിച്ച് കാണാൻ പറ്റുന്ന സിനിമകൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കാറുണ്ടല്ലോ. അതുപോലത്തെ ഒരു ഫോർമുലയാണ് ഇതിനകത്ത് ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, ഹൊറർ ഉണ്ട്, കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, എല്ലാം കൂടി തികയുന്ന അത്തരം സിനിമകൾ ചില സമയത്താണ് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. അപ്പൊ അതുപോലൊരു വലിയ സിനിമയാണ്, മാത്രമല്ല ഒരു മൾട്ടി സ്റ്റാർ സിനിമ കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ എന്ന് പറയുന്നത് പൊതുവെ സിനിമാ പ്രേമികൾക്ക് ആഘോഷിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അങ്ങനത്തെ ഒരു സിനിമയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സിനിമയ്ക്ക് വേണ്ടി അത്രയധികം ഇതിന്റെ പിന്നിലുള്ള ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. വിഷ്ണുവൊക്കെ പലപ്പോഴും ഞാൻ കാണുമ്പോൾ പകുതി ഉറക്കത്തിൽ നിൽക്കുന്ന വിഷ്ണുവിനെയാണ് ഞാൻ പലപ്പോഴും കാണാറുള്ളത്. പക്ഷേ ഈ സിനിമ എല്ലാവർക്കും ഒരു ഗ്രോത്താണ്. പണ്ട് ഞാൻ വിഷ്ണുവിനെ കാണുമ്പോൾ വിഷ്ണു എപ്പോഴും അഭിലാഷേട്ടൻ പറഞ്ഞ പോലെ എന്ന് പറയുന്ന വിഷ്ണുവിൽ നിന്നും ഇപ്പൊ സ്വയമായിട്ട് കാര്യങ്ങളായിട്ട് ഒരു ക്യാപ്റ്റനായി മാറിയ വിഷ്ണു, അങ്ങനെ ഓരോ ആൾക്കാരുടെയും ഗ്രോത്ത് ഞാൻ ഈ സിനിമയിൽ കാണുന്നുണ്ട് എന്നുള്ളത് തികച്ചും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ആൻഡ് മുരളീചേട്ടനാണെങ്കിലും ഗോകുലമാണെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എത്തി എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, കുറേ ആളുകളുടെ സ്വപ്നമാണ്. ഞാൻ സിനിമ സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയാണ്. ഒരു അർജുന്റെ സിനിമയിൽ അഭിനയിച്ചതാണ് എൻ്റെ ജീവിതം സെറ്റായത്. അത് അല്ലു അർജുനായിരുന്നു. അലവൈക്കൊണ്ടപുരമലു എന്നുള്ള ആ സിനിമ ചെയ്തപ്പോൾ ഇന്ന് ഞാൻ തെലുങ്കിലെ സിനിമ ചെയ്ത് 4 കൊല്ലം മുമ്പ് ചെയ്ത ഒരു സിനിമയുടെ മൈലേജിലാണ്. ഇന്ന് ഇവിടെ കുറേ ആളുകൾ, ഗോപിക മാത്രമല്ല ഒരുപാട് ആളുകൾ അവരുടെ സിനിമ സ്വപ്നവുമായിട്ട് ഒരു സിനിമ തുടങ്ങിയാണ്. അവർക്കൊക്കെ ഇത് വെച്ചടി ഒരു ബ്രേക്ക് നൽകുന്ന, വെച്ചടിക്ക് ഏറ്റവും നൽകുന്ന ഒരു സിനിമയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെയായി മാറട്ടെ. ഈവൻ അർജുന് പോലും, കാരണം അർജുൻ ഒരു ഗ്രോയിങ് ടാലന്റ് ആണ്. അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റ് എന്താണെന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അല്ലു അർജുൻ സ്പേസിലേക്കൊക്കെ കയറാൻ സാധിക്കട്ടെ. നമ്മുടെ സ്വപ്നങ്ങൾ അങ്ങനെയാണല്ലോ, അങ്ങനെ വേണ്ടേ നമ്മൾ സ്വപ്നം കാണാൻ. അപ്പൊ എല്ലാവിധ ആശംസകളും. ഇത്രയും ആൾക്കാരുടെ പേര് പറഞ്ഞു, ഒരാളുടെ പേര് അത് ഞാൻ ഏറ്റവും അവസാനത്തേക്ക് എടുത്തു വെച്ചതാണ്. കാരണം അദ്ദേഹം ഇല്ലെങ്കിൽ ഈ സിനിമയില്ല. ഒരു സിനിമ ഉണ്ടാകുന്നത് ഒരാളുടെ ചിന്തയിൽ നിന്നാണ്, ഒരു ത്രെഡിൽ നിന്നാണ്, ഒരു തോട്ടിൽ നിന്നാണ് എന്ന് പറയും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു റൈറ്റർ ആ സിനിമ മറ്റ് ഒരുപാട് ആളുകളെ ഏൽപ്പിക്കുകയാണ്. പിന്നെ എല്ലാവരുടെയും തോട്ടായി അത് മാറുകയാണ്. പക്ഷെ ഇവിടെ അദ്ദേഹം റൈറ്ററാണോ, ആക്ടറാണോ, പ്രൊഡ്യൂസറാണോ, ഡയറക്ടറാണോ, ഇനി എന്താണ് എന്ന് പറയാൻ പറ്റാത്ത അത്ര കഷ്ടപ്പെട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഞാൻ എല്ലാ സബ്ജക്റ്റും ഈ സിനിമയുടെ ഘട്ടത്തിൽ കണ്ടിട്ടുണ്ട്. അത് ഈ സിനിമയുടെ ബിസിനസ് സംസാരിക്കേണ്ട കാര്യമാണെങ്കിലും, സെൻസർ ബോർഡിന്റെ സമയത്താണെങ്കിലും, എല്ലാ സമയത്തും ഒരാളുടെ സിനിമയുടെ പാഷൻ എന്താണ് എന്ന് കണ്ട് കൊതിച്ചിട്ടുണ്ട് ഞാൻ. ഇതുപോലെയൊക്കെ സിനിമയെ ആഗ്രഹിക്കണം, ഇതുപോലെയൊക്കെ വേണം നമ്മുടെ ഹങ്കർ സിനിമയോട് എന്ന് എനിക്ക് ഫീൽ ചെയ്ത് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അഭിലാഷ്. ദിസ് ഇസ് യുവർ ഹാർഡ് വർക്ക്. അതിന് ഒരു ഗംഭീര കയ്യിൽ നമ്മളെല്ലാവരും കൊടുത്തേ പറ്റൂ. സിനിമ കാണുന്നവർക്ക്, സിനിമ ആഗ്രഹിക്കുന്നവർക്ക് എന്നും ഒരു ഇൻസ്പിറേഷനാണ്. നിങ്ങൾ വളരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻസ് കൂടുന്ന പോലെ തന്നെ ഹേറ്റേഴ്സും കൂടും. അതെല്ലാവരും അവിടെയൊക്കെ നിങ്ങൾക്ക് ശക്തമായിട്ട് പിടിച്ചു നിൽക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. സുമതി വളവ് ഒരു ഗംഭീര വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമസ്കാരം. ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. കാരണം ഞാൻ അത്ര എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്തൊരു ടീമാണ്. ആക്ച്വലി ടീം എന്ന് പറയുമ്പോൾ ഫാമിലിയാണ് എനിക്ക്. അപ്പോൾ അതിൽ ഒരു ലീഡായിട്ട് അർജുൻ്റെ പെയറായിട്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട് സന്തോഷം. ഞങ്ങൾ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്. ആനന്ദ് ശ്രീബാല എന്നാണ് പറഞ്ഞത്, ആദ്യമായിട്ട് മൂവിയായിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടിയൊരു ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ അത് കാരണം ഇപ്പോൾ നെക്സ്റ്റ് ഒരു സെയിം ടീം. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും പോയി കണ്ട് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ താങ്ക് യു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരുന്നോ? എവിടെ ആണോ? ഇവിടെ ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ ഇത്രയും ആൾക്കാരോട് നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു നിങ്ങൾ പറയട്ടെ. ഇവിടെ നിങ്ങൾ ഇങ്ങനെ സപ്പോർട്ടിലൂടെ നിൽക്കുന്നതിന് ആൻഡ് ഒരുപാട് സന്തോഷം ഈ ഒരു സിനിമയുടെ ഒരു ഭാഗമാണ് കഴിഞ്ഞത്. വിഷ്ണു, അഭി, മുരളിച്ചേട്ടാ എല്ലാവർക്കും താങ്ക്സ്. പിന്നെ ഇത്രയും നല്ലൊരു ടീം കണ്ടില്ല, അവിടുത്തെ ഒരു ഓളം കണ്ടില്ലേ, ഇത്രയും നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഒത്തിരി സന്തോഷം. 1-ാം തീയതി റിലീസാവാണ്. സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഞങ്ങളുടെ ഈ ടീമിനെ, ഞങ്ങളുടെ ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യാമെന്ന് മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്. അഭിലാഷ് 2019 വൈറ്റിലയിലെ ഷോസ് പാർട്ടിൽ ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് പറഞ്ഞൊരു കഥയാണ് സുമതി വളർന്നൊരു കഥ.
പതിനായിരക്കണക്കിന് തിരക്കഥകൾ എഴുതി കൊച്ചിയിലും കേരളത്തിലും അങ്ങോളം ഇങ്ങോളം കാത്തിരിക്കുന്ന സിനിമയാകാൻ വേണ്ടി സ്വപ്നം കണ്ട് കാത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരുണ്ട്. ഇവിടെയും ഞാനൊരു കല്ലെടുത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇട്ടാൽ ഒരു 10 തിരക്കഥകളെങ്കിലും എഴുതി സിനിമയാവാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. നിങ്ങൾക്കൊക്കെ സ്വപ്നം കാണാൻ പറ്റുന്ന, നിങ്ങൾക്കൊക്കെ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അഭിലാഷ്. അതുകൊണ്ട് തന്നെ അഭിലാഷിന്റെ സിനിമാ സ്വപ്നങ്ങൾ എങ്ങനെയാണ് അഭിലാഷ് സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്കും ഒരു അത്ഭുതമാണ്. അതുകൊണ്ട് അഭിലാഷിന് അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഈ ട്രെയിലർ എന്നെ സംബന്ധിച്ച് ഒരു വലിയ ഒരു പെരുമഴ പെയ്ത് തോർന്ന ഒരു ഫീലായിരുന്നു ട്രെയിലർ കാണുമ്പോൾ. അതിമനോഹരമായി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത രഞ്ജനോട് പൂർണ്ണമായും നീതി പുലർത്തിയ ഇതിന്റെ മ്യൂസിക് സൗണ്ട് മിക്സ് ചെയ്ത രാധാകൃഷ്ണൻ ചേട്ടന്റെ മനോഹരമായ മിക്സിംഗ്, അത്രയും മനോഹരമായ ഒരു സൗണ്ട് എഫക്ട്സിന്റെ ഇമ്പാക്ട് സ്ക്രീനിൽ നിന്നും കണ്ടെടുക്കാൻ പറ്റാതെ കാത്തിരുന്ന ഈ വിഷ്വലിന്റെ ഈ ഒരു ഇമ്പാക്ട് ബിഗ് സ്ക്രീനിൽ തിയേറ്ററുകളിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ സുമതിയുള്ള ഒരു സൂപ്പർ ഹിറ്റായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാളികപ്പുറത്തിന് ശേഷം എൻ്റർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ജോണർ ചെയ്യുന്ന വിഷ്ണുവിനൊപ്പം വിഷ്ണുവിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഒപ്പം ചേർന്ന പ്രിയപ്പെട്ട മുരളിച്ചേട്ടനും ഈ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ രേഖപ്പെടുത്തുകയാണ്. അതിഗംഭീരമായൊരു വിജയമായി മാറട്ടെ. മലയാള സിനിമയുടെ പ്രതിസന്ധി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മലയാള സിനിമയും തിയേറ്റർ വ്യവസായത്തെ സംരക്ഷിക്കാൻ സുമതി വളവിന്റെ ടീമിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. എന്താണ് പറയാനുള്ളത്? നമസ്കാരം. ഞാനിതിനു മുന്നേ ഇതുപോലെ സ്റ്റേജിൽ വന്നിരുന്നത് സുമതി വളവിന്റെ ലോഞ്ചിനാണ്. ഇപ്പം അത് ട്രെയിലർ ലോഞ്ച് വരെ എത്തി നിൽക്കുകയാണ്. ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. അന്ന് ലോഞ്ചിൽ വന്ന് നിൽക്കുമ്പം എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവിടം വരെ എത്തി. ഇനിയിപ്പോൾ സിനിമ റിലീസാവാൻ പോവാണ്. ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ ഇത് ഒരുപാട് പേരുടെ ഹാർഡ് വർക്കാണ്. ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ ഉള്ളവരുടെ മാത്രമല്ല, ബാക്ക് ക്യാമറയിലും ഒരുപാട് പേര് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു മൊമെന്റിൽ അവരൊക്കെ ഓർക്കാണ്. ഒരുപാട് ചേട്ടന്മാരും എല്ലാവരും കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഐ എം സോ ഗ്രേറ്റ്ഫുൾ. സീരിയൽ കഴിഞ്ഞിട്ട് സിനിമ അഭിലാഷ് ചേട്ടനും വിഷ്ണു ചേട്ടനും മുരളി സാറും എല്ലാവരും കാരണമാണ് എനിക്ക് കിട്ടിയത്. എനിക്കറിയില്ല എന്താ പറയേണ്ടത്. ഐ എം സോ ഹാപ്പി. ഇവരുടെ എല്ലാവരുടെയും ഹാർഡ് വർക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്സ് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്താണ് ഹൗ എക്സൈറ്റഡ് ആർ യു? ആൻഡ് യു ലുക്കിംഗ് വെരി ഡാഷിംഗ്. നിങ്ങൾ 3 പേരും ഡെഫിനറ്റ്ലി സേസ് വാട്ട് യു വാണ്ട് ടു സേ? താങ്ക് യു. ഭയങ്കര എക്സൈറ്റഡ് ആണ്. സുമതി വളവിൻ്റെ സെക്കൻഡ് മൂവിയാണ്. ഒത്തിരി ഗ്രേറ്റ്ഫുൾ ആണ് ഇത്രയും വലിയൊരു ടീമിൻ്റെ ഭാഗമാകാൻ പറ്റിയത്. ഈ ഓപ്പർച്യൂണിറ്റി തന്ന അഭിലാഷ് ചേട്ടനും വിഷ്ണു ചേട്ടനും മുരളി ചേട്ടനാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ മൊത്തം ടീം. ഇത് ടോട്ടലി ഫണ്ട് എൻ്റർടൈനർ ആയിട്ട് നിങ്ങൾക്ക് ഓഗസ്റ്റ് 1-നാണ് മൂവി റിലീസാകുന്നത്. സോ എല്ലാവരും ചേർന്ന് തന്നെ പോയി പടം കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ് യു. ആൻഡ് ജസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് മാള് നടക്കുകയായിരുന്നു. സോ നൗ യെസ് എന്താണ് സിൽവർ സ്ക്രീനും റൂൾ ചെയ്യാൻ റെഡി ആയിട്ടുണ്ടോ? അയ്യോ അങ്ങനെയൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് അത്ര ഫിയർ ഒന്നും ഇല്ലാത്ത ആളാണ്. പക്ഷെ ഇന്നെന്തോ അത്യാവശ്യം ട്രെയിലർ ലോഞ്ചസ് ഒക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഞാനും കൂടെ പാർട്ടായിട്ടുള്ള ഒരു മൂവിയുടെ ട്രെയിലർ ലോഞ്ചിൽ വന്ന് നിൽക്കുമ്പോൾ ഇറ്റ്സ് സോ സ്പെഷ്യൽ ടു മീ. ആൻഡ് പറഞ്ഞ മാതിരി ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫ്രം ഡാൻസിങ് ഓർ സോഷ്യൽ മീഡിയ ടു ദ ബിഗ് സ്ക്രീൻ എനിക്ക് ഇതിലും വലിയൊരു ഓപ്പണിംഗ് എനിക്ക് കിട്ടാനില്ല. ശരിക്കും ഐ എം സോ ബ്ലെസ്ഡ്. ഇത്രയൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച വിഷ്ണു ചേട്ടന് താങ്ക് യു സോ മച്ച്. ആൻഡ് അത്രയും ഭംഗിയായിട്ടാണ് അഭിലാഷ് ചേട്ടൻ ആ ക്യാരക്ടർ എഴുതിയിരിക്കുന്നതാണെങ്കിലും ഇത്രയും വലിയൊരു ക്രൂ അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഐ എം സോ ഗ്രേറ്റ്ഫുൾ. മുരളി ചേട്ടൻ, ശ്രീ ഗോകുല മൂവീസ്, അതുപോലെ ഞങ്ങളുടെ DOP ശങ്കർ സാർ, ഒരുപാട് പേരുണ്ട് താങ്ക്സ് പറയാനായിട്ട്. ഈ ഒരു ഓപ്പണിംഗ് സത്യം പറയുന്ന ഒരു ലോഞ്ച് ശരിക്കും ഒരു ബ്ലെസ്സിങ് ആണ്. അതുകൊണ്ട് എനിക്ക് കിട്ടുന്നതല്ല. സോ താങ്ക് യു സോ മച്ച്. ഓഗസ്റ്റ് 1-ാം തീയതി ഇനി അധികം ദിവസമൊന്നുമില്ല. ഇറ്റ്സ് ലൈക്ക് കൗണ്ടിങ് എവറി മിനിറ്റ് ഫോർ ദാറ്റ് മൊമെൻറ്റ്. ഒരുപാട് ആഗ്രഹിച്ച ഒരു മൊമെൻറ്റാണ്. അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ട്രെയിലർ കാണുമ്പോഴാണെങ്കിലും ഓരോ മൊമെൻറ്റ്സ് ഞാനിങ്ങനെ വീണ്ടും ചെറിഷ് ചെയ്യാൻ പോകുന്ന മൊമെൻറ്റ്സ് ആണ്. താങ്ക് യു. പേരുവായോ ഹാപ്പി ബർത്ത്ഡേ കുട്ടാ. അടിപൊളി വർഷമാണ്. എന്താണ് ബർത്ത്ഡേ വന്ന് സെലിബ്രേഷൻ ആയിരുന്നല്ലോ. എല്ലാവരും ഫാമിലിയായിട്ട് ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മളുടെ മാളികപ്പുറത്തിന്റെ ഏറ്റവും മറ്റൊരു സ്റ്റാർ പറഞ്ഞ അല്ലെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ചിരിക്കാനുള്ള മൊമെന്റ്സ് നൽകിയ ഒരാളാണ് നമ്മുടെ ശ്രീപൻ. ഹലോ ശ്രീപൻ. എന്താ ഒരുപാട് സന്തോഷം. എന്താ നമ്മുടെ മോളിൽ ഇവിടെ ബൈക്കൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ആയിരുന്നു വന്ന് ഏറ്റവും ആദ്യം
ആയിട്ട് വർക്ക് ചെയ്ത സന്തോഷം എങ്ങനെയാണ്? ഒരുപാട് സന്തോഷമുണ്ട്. അർജുൻ്റെ കൂടെ എൻ്റെ സെക്കൻഡ് മൂവിയാണ്. പക്ഷെ ഫസ്റ്റ് മൂവിയിൽ അർജുൻ്റെ കൂടെ അധികം കോമ്പിനേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ചെറുപ്പകാലമായിരുന്നു. അപ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട്. ബാലചന്ദ്രൻ്റെ കൂടെയുള്ള ഫസ്റ്റ് മൂവിയാണ്. അതുപോലെ ഇവരുടെ എല്ലാവരുടെയും കൂടെ എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. കൂടുതൽ കൂടെ അഭിനയിക്കാൻ പറ്റി. അതുപോലെ മാളികപ്പുറം ടീമിൻ്റെ സെക്കൻഡ് മൂവി ആയതുകൊണ്ട് അതിലെ ഗോൾ എനിക്ക് നമുക്ക് എല്ലാവരും ആ ഒരു മൂവിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും സിനിമ പോയി കാണാം, സിനിമ വിജയിപ്പിക്കാം. ഉറപ്പായിട്ട് വിജയിപ്പിക്കാൻ വേണ്ട. നമ്മുടെ മാളികപ്പുറത്തിലൊരു കണ്ണാടി വെച്ചോ, അതുപോലത്തെ ഒരു പച്ച കണ്ണാടി വെച്ചിട്ട് ഒന്ന് കണ്ടു വെക്കണോ? ആ വെച്ചോ. യെസ്, പച്ച കണ്ണാടി വെച്ചോ. ദീപികക്കുട്ടി എന്താണ് പറയാനുള്ളത്? 12th ബർത്ത്ഡേ അല്ലേ, 12th ഇയറിന്റെ ഒരു ഗിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ് അല്ലേ? പറഞ്ഞോളൂ. ഒത്തിരി സന്തോഷമുണ്ട്. മാളികപ്പുറം ലൈഫില് സുമതികളുടെ ഭാഗമായിട്ട് വന്ന് നിൽക്കുമ്പോൾ ഭയങ്കര പ്രൗഡ് മൊമെന്റാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. മാളികപ്പുറം ടീം എല്ലാവരും ഒന്നിച്ച് പിന്നെയും വന്ന് നമ്മളെല്ലാം ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്ത സിനിമയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. ഒരു ഹൊറർ കോമഡിയാണ്, ഫാമിലിക്ക് പറ്റിയ സിനിമയാണ്. എല്ലാ എലമെന്റ്സും ഉണ്ട്. ഹൊറർ, കോമഡി, ഫാമിലി, ഭയങ്കര ഒരു ഓസം മൂവിയാണ്. August 1 റിലീസാണ്. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇവിടെ എല്ലാവരും ഒത്തിരി സീരീസ്, ഭയങ്കര ഒരു വൈഡ് കാസ്റ്റ് മെമ്പേഴ്സ് ഉള്ളതാണ്. എല്ലാവരെയും നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് എന്തായാലും ഈ രണ്ട് കുഞ്ഞുമക്കൾക്ക് വേണ്ടി കൈയടിക്കാണ്ട് നമുക്ക് അടുത്തൊരു മൊമെന്റിലേക്ക് പോകാൻ പറ്റില്ല. ഒന്ന് നന്നായിട്ട് കൈയടിക്കാമോ? നമ്മുടെ മലയാളം സിനിമയുടെ ഒരു വാഗ്ദാനം എന്നൊക്കെ പറയുന്നത് രണ്ട് അടിപൊളി പിള്ളേരാണ്. അപ്പൊ എന്തായാലും ഇവര് രണ്ടും ഇവിടെ നിർത്തിക്കൊണ്ട് തന്നെ നമ്മള് എന്താണ് കേട്ടില്ല? അയ്യോ സോറി, ഐ ആം സോറി. യെസ്, നമ്മുടെ നാഷണൽ അവാർഡ് വിന്നറാണ്. അതുകൂടെ എടുത്ത് പറയേണ്ടതാണ്. അപ്പൊ അത് തന്നെ എല്ലാം കൂടെ കമ്പയർ ചെയ്താണ് നമ്മുടെ മലയാളം സിനിമയുടെ ഒരു വാഗ്ദാനമാണ് എന്നുള്ള കാര്യം. അപ്പൊ ഇനി നമുക്കിനി അധികം നിമിഷം വൈകിക്കാതെ ട്രെയിലർ ലോഞ്ചിലേക്ക് പോവാം അല്ലെ? അപ്പൊ മലയാളം സിനിമയ്ക്ക് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്ന കുറച്ച് ബിഗ് നെയിംസ് ഉണ്ട്. അതിലൊരാൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ച സിനിമകൾ കൂടാതെ അദ്ദേഹത്തിന്റെ വളരെ സരസമായിട്ടുള്ള സംസാരത്തിലൂടെ അദ്ദേഹം നമുക്ക് എല്ലാവർക്കും വളരെ ഡിയറസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. എല്ലാവർക്കും നമസ്കാരം. ആദ്യം താങ്കൾ വിചാരിക്കും ഇവിടെ എന്തായിരിക്കും, ആദ്യ ആളുകൾ വിചാരിക്കും വിചാരിക്കും. അപ്പോൾ സത്യത്തിൽ അഭിലാഷ് വളരെ കാലമായിട്ടുള്ള സുഹൃത്താണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ എന്ന നിലയിൽ സുമതിവളവ് ആ ഭൂരിപക്ഷം ഭാഗം ചിത്രീകരിച്ചത് പാലക്കാടാണ്. അപ്പോൾ പാലക്കാട് സെറ്റിൽ ഒന്നിരണ്ട് തവണ പോയി ഷൂട്ടിംഗ് കാണുന്ന സാഹചര്യത്തിൽ അപ്പോൾ ദീർഘകാലമായിട്ടുള്ള സുഹൃത്ത് എന്ന നിലയിലുള്ള അടുപ്പത്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. പിന്നെ എല്ലാം ബന്ധപ്പെട്ട ആളുകളാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. അർജുനും ബാലുവും എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. ഞാനിങ്ങനെ നേരത്തെ ചോദിക്കുന്നത്, അപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസർ അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവം സിനിമയാക്കിയിട്ടാണ് അറിയേണ്ടതുള്ളത്. അപ്പോൾ ഒരുപാട് ഹിറ്റുകൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഡിസ്റ്റിൻ ഭായിയുടെ ഒരു സ്വന്തം ജീവിതം കൂടെ സിനിമയാക്കി ബാഹുബലിക്ക് മുകളിൽ ഒരു ബ്രഹ്മാണ്ഡ ഹിറ്റാക്കുവാൻ മലയാള സിനിമയിൽ കഴിയുന്നൊരു സിനിമയായിരിക്കും. അപ്പോൾ എന്തായാലും ഇപ്പം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് സിനിമ അത്ര നന്നായിട്ട് വർക്കാകുന്നില്ല. ഇപ്പോൾ സുമതികൾ പറയട്ടെ, അടിപൊളിയാകട്ടെ. മലയാള സിനിമയുടെ ഇപ്പോഴുള്ള ഒരു ഹിറ്റില്ലായ്മയ്ക്ക് ഒരു പരിഹാരമാകും സുമതികൾ കഴിയട്ടെ. അപ്പം ടീം വിഷ്ണു, അഭിലാഷ് എല്ലാവർക്കും എല്ലാവിധമായ ആശംസകൾ. താങ്ക് യു. ആ പ്രാർത്ഥനയോടുകൂടി തന്നെ മനസ്സ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.